മഹ്ശരെ കണ്ണു നീരൊപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യം മോശാരം യത്തീമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ലാ വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. പിരിശത്തിലെല്ലാരും കൈകോർത്ത് നിന്നോളി പരിശുദ്ധ നൂറിൻ്റെ മാർഗത്തിൽ വന്നോളി. കരയുന്ന കൽബുകൾ കണ്ടിട്ടറിഞ്ഞോളി കനിവിൻ്റെ കൈ നീട്ടാൻ മുന്നാലെ നിന്നോളി. യത്തീമിന്നത്താണി ഇത്രയും ആള് വരുമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ദൂര യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ നമ്മുടെ ഈ ചെറിയ ഒരു സന്ധിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടു എന്റെ വാക്കുകൾ ഉപസം കരുതുന്നു. നല്ല മനുഷ്യനാണ്, ഒരുപാട് കഴിവുണ്ട്. പക്ഷെ ആ കഴിവുകളൊന്നും മനുഷ്യരെ കുറിച്ച് ലോകത്തിലായിരുന്നു ഒരു മനുഷ്യരും ഒന്നും സാധാരണ ആൾക്കാര് പറയത്തില്ല. പക്ഷെ കഴിവുണ്ട്. പക്ഷെ ഒരുപാട് കഴിവുകൾ എഴുത്തും വായിക്കും, നല്ല വായനകളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് ലോകം നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ. രണ്ടുപേരും, ഒരാണും ഒരു പെണ്ണും, വളരെ മര്യാദയുള്ള കുട്ടികളാണ്. പിന്നെ എനിക്ക് 5 സഹോദരിമാർ, 2 ഭർത്താവ്. അവരാരും ഇന്ന് അവരെ എൻ്റെ അടുത്തൊരു മോശമായിട്ട് വർത്താനോ ഞങ്ങൾ തമ്മിൽ സംസാരവും ഉണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ്. അതുപോലെ തന്നെ അനിയനും എൻ്റെ അടുത്ത് എപ്പോൾ കണ്ടാലും വളരെ മര്യാദ. ഒരിക്കൽ പോലും കുടുംബത്തിലുണ്ടാവുമല്ലോ പണത്തിലും വസ്തുവിനും ഒക്കെ അങ്ങനത്തെ സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ കഴിയുന്നതും അങ്ങനത്തെ സംസാരം ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, അത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആലോചിക്കണം, നമ്മളെ പോലെ ഭൂമിയിൽ കടന്നു വീണ എത്രയോ പേർക്ക് 3 നേരം ആഹാരമുണ്ട്, കിടക്കാൻ സ്ഥലമില്ല അല്ലേ. മഴ പെയ്യുമ്പം വീട്ടിൽ വെള്ളം വീഴുമെന്നില്ല. പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ നോക്കാൻ പറ്റാത്ത കഥയില്ലാത്ത വീടുകളുണ്ട്. നമ്മളെല്ലാവർക്കും അനുഗ്രഹിച്ചവരാണ്. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. എനിക്ക് ഏറ്റവും സന്തോഷം കുടിക്കാൻ എന്നിട്ട് വരുന്നത് എൻ്റെ ആളാണ്. ഞാൻ എന്നെ പറയണ വിളിക്കാൻ. അപ്പോൾ കുടിക്കാരൻ ഇച്ചിരി മടിച്ച് പഠിച്ചു നിന്ന് അവസാനം ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇതിൽ അങ്ങോട്ടെല്ലാം വിചാരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. വളരെ സന്തോഷപ്പെട്ടത്. ഞങ്ങളുടെ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ അബ്ബാസ് സാഹിബ്. പുള്ളിക്കാരനാണ് നമ്മുടെ കട എടുത്തത്. പുള്ളിക്കാരൻ്റെ കടകളെന്ന് വെച്ചാൽ വളരെ നല്ലത് സാധനത്തിൻ്റെ രുചിയല്ല, ആ മനുഷ്യൻ്റെ പെരുമാറ്റം തന്നെയാണ്. ചില കൊച്ചു പിള്ളേരൊക്കെ അവിടെ വരും, ചിലപ്പം കൊടുക്കുന്ന പൈസ തികയത്തില്ല. അപ്പോൾ പറോട്ട എടുത്തിട്ട് ഇറച്ചില്ലാന്ന് പറയും, മക്കളെ ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടകൾ നല്ലപോലെ എല്ലാവർക്കും നടന്നു. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ നമുക്ക് അത് പ്രത്യേക ഒരു പ്രത്യേകതയാണോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വേറെയല്ല അതുപോലെ ചെയ്ത് വളരെ സന്തോഷിക്കും. പിന്നെ ഞങ്ങൾക്ക് 2 ആളുകളെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. എൻ്റെ കൂടെ നിൽക്കുന്ന ദീപ, അവരെൻ്റെ കൂടെ 6 വർഷമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു എന്താ പറയല്ല, എൻ്റെ എല്ലാ കാര്യത്തിലും സാരി കൊടുക്കുന്നതിനും ഡ്രസ്സ് ഇടുന്നതിനും എല്ലാം. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഡ്രസ്സിലാന്ന് എനിക്ക് പറയും, സാറി ഇങ്ങനെ അതിലൊരു ഞാനൊരു വീട്ടിലായിരുന്നു
ഇപ്പൊ എനിക്കൊരാള് ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട്. അവരാണെങ്കിലും ഇപ്പൊ ഓടിപ്പോയി ഇതിന്റെ ഇടയിൽ മാമയുടെ ഒരു പടം എടുത്ത് അത് ഫ്രെയിമിലാക്കിയിട്ടുണ്ട്. ഒരു ശരിക്കും 2 മാസമേ ഉണ്ട് ഞങ്ങളിവിടെ വന്നു. പിന്നെ അവരെല്ലാം കൂടെ ഞാൻ ഞങ്ങളെ കൊച്ചു കുടുംബം. എനിക്കൊരു മോളുണ്ട്, അബുദാബി അല്ല പിന്നെ അമേരിക്കയിലാണ്, ഡോക്ടറാണ്. എനിക്ക് വന്ന് എൻ്റെ ഭർത്താവിൻ്റെ ആളുകൾക്ക് കൂടുതൽ എന്നെക്കാൾ അറിയാവുന്ന എൻ്റെ മകളെയാണ്. കാരണം അവളിവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഡോക്ടർ 2 കുട്ടികളൊക്കെ ആൺകുട്ടികളും അവർ 2 പേരും അവിടെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് അയക്കണമെന്ന് പറഞ്ഞു. അവരെല്ലാവരും ഇന്ന് നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നു. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. നമുക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. സുഖമായിട്ട് ഞങ്ങൾ 2 പേരും ആരോഗ്യമായിട്ട് നിൽക്കാം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നും കാലമോരോ നാളിൽ ആമിനാവിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാല താറ്റലർ നബിയുള്ള. ഭൂതലം പൂക്കുന്ന മുൻപേ ബാപ്പയും പിരിഞ്ഞു. ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ആരുമാരും നോമനിച്ചില്ലെങ്കിലും വളർന്നു. ആടലെന്നിൽ ആടുമേച്ച കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലേ സത്യവാനാ ബാലൻ നേടിയെല്ലാം മീനതെന്ന ഖ്യാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഊത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആകാശം ഭൂമിയെല്ലാം പടച്ചു നീ ഭരിച്ച്. അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച്. എല്ലാം നിൻ കുതിരത്തിൻ കരങ്ങളാൽ ചലിച്ച്. അല്ലാക്കിൻ കതിരോർത്തിട്ടെൻ്റെ മനം തുടിച്ച്. എത്തിര അനന്തഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാൻ 1000 തന്ത്രങ്ങൾ. എല്ലാം അമൈത്ത് പോറ്റിയിടും പെരിയോനല്ല, ആലിമുല്ലൈബായവനല്ല. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേന്റെ കരളിൻ്റെ ഒരുക്കങ്ങളറി. അടുത്തതായിട്ട് നമ്മുടെ പൊന്നാടൻ പരമ്പരയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പൊന്നാടൻ പരമ്പരയിലെ തന്നെ കാണവിളയിൽ സൈനുദ്ദീൻ സാഹിബ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു 5 മിനിറ്റ് നമ്മളോട് അദ്ദേഹം പൊന്നാടൻ പരമ്പരയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഇപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. എങ്കിലും നമ്മുടെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് കൂടാനും എല്ലാവരുമായും സൗഹൃദം പങ്കിടാനും വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണവും കഴിച്ച് പിരിയാനും ഇടയാക്കിയ സർവശക്തനെ ഞാൻ സ്തുതിക്കുന്നു. മേലിലും
നമ്മുടെ ഇതുപോലെയുള്ള കൂടിക്കാഴ്ച സമാഗമങ്ങൾ വേണം. എങ്കിൽ മാത്രമേ നമ്മളെ കുടുംബ ബന്ധങ്ങളെ ഉറപ്പിക്കാനൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഇന്നത്തെ ഇതൊരു മഹാസംഭവമാക്കി തീർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഗൈതവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇതിൽ പ്രവർത്തിച്ച പ്രവർത്തകരായ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇതുപോലെയുള്ള വിജയകരമായ ഒരു ഫംഗ്ഷൻ നടത്താൻ നമുക്ക് കഴിഞ്ഞത്. മേലിലും എല്ലാവരും കൂടെ സഹകരിച്ച് ഇനിയും തുടർന്ന് പല സാമൂഹിക രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഈ സംഘടനയും ഇതിലെ ആളുകളും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.